ഹലോ ഗായ്സ്, നമ്മുടെ എസ് ജി ഗ്രൂപ്പിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അമ്മമ്മ നല്ല മത്തിക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈസി ആയിട്ട് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായി അമ്മമ്മ മത്തിയൊക്കെ വെട്ടി റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെ ഉണ്ടാക്കുമെന്ന് നമ്മുടെ അമ്മമ്മ പറഞ്ഞു തരുന്നതായിരിക്കും. മീൻകറി വെക്കാനായിട്ടൊരു ചീനിച്ചട്ടി വെളിച്ചെണ്ണ വെച്ച്, സാധാരണ മീൻകറി ചട്ടിയിലാണ് ഞാൻ വെക്കുന്നത്. ചട്ടിയിൽ കടുക് വറുത്താൽ ചട്ടിയുടെ അടിവശം പൊട്ടിപ്പോകും. അതുകൊണ്ട് കടുക് പൊട്ടിച്ചിട്ട് ഞാൻ ചട്ടിയിൽ ഇത് ഇടത്തുള്ളു. 2 മുളക് മുറിച്ചിട്ടു. അതിലേക്ക് കടുക് ഇട്ടു. പിന്നെ ഞാൻ ഇതിന് 2 ജീരകം ഇട്ട് കൊടുക്കും കടുക് വറക്കുമ്പോൾ. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 2 കറിവേപ്പില ഇട്ടു. കറിവേപ്പില ഇട്ടിട്ട് തീ ഉറച്ച് വെച്ചിട്ട് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അരിഞ്ഞത് ചേർക്കുക. അതൊന്ന് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ ഇത് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ മുളക് പൊടി, 1/2 കിലോ മത്തിയാണ് ഞാൻ എടുത്തത്. 2 സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ലേശം കുരുമുളക് പൊടി, ലേശം മഞ്ഞൾപ്പൊടി, പിന്നെ ഉലുവാപ്പൊടിയാണ് ചേർക്കുന്നത്, അതും കുറച്ച്. ആവശ്യത്തിന് ഉപ്പ്. എന്നിട്ട് ഇത് മിക്സ് ചെയ്യുക. ഈ മിക്സിനകത്തേക്ക് ഞാൻ പുളി കൊടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ആ പുളി കഴുകിയിട്ടതായിരുന്നു. പിന്നെ അതിൻ്റെ വെള്ളവും പുളിയും കൂടെ ഇതിലോട്ട് ചേർക്കും. നല്ലതുപോലെ തിളയ്ക്കണം. ഈ കൂട്ട് തിളച്ചു. ഞാനിനി ഇത് മൺചട്ടിയിലോട്ടാക്കാൻ പോവുകയാണ്. മൺചട്ടിയിലോട്ട് ഈ കൂട്ട് ഒഴിച്ചു. അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന മത്തി അതിലോട്ട് ഇടാൻ പോവുക. ഇനി ഈ ചട്ടി ഒന്ന് വട്ടം കറക്കി ഡപ്പയിൽ വെക്കുക. ഇനി നല്ലതുപോലെ വേകാൻ ഇച്ചിരിക്കുക. നമ്മുടെ ഉണ്ണിക്കുട്ടൻ ഇവിടെ ടേസ്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. സൂപ്പർ. നിങ്ങളും സപ്പോർട്ട് ചെയ്യണേ.